കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. രണ്ട് കൂട്ടുകാരുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് ബോബുവും ഡക്കുവും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ബോബുക്കുരങ്ങനും ഡക്കുത്താറാവും കൂട്ടുകാരാണ്. ഒരു ദിവസം രണ്ടുപേരും നടക്കാനിറങ്ങി. കുറേ ദൂരം നടന്നതും ബോബു പറഞ്ഞു, ഏയ്, എനിക്ക് മരത്തിൽ കയറാനും ചാടി മറിയാനുമൊക്കെ അറിയാം. നിനക്ക് ഇതൊന്നും പറ്റില്ലല്ലോ. അത് കേട്ടതും ഡക്കുവിന് വലിയ വിഷമമായി. അവൾ ഒന്നും മിണ്ടാതെ ബോബുവിൻ്റെ കൂടെ നടന്നു. അപ്പോൾ അടുത്തുള്ള മാവിൽ ഒരു മാമ്പഴം കണ്ടു. ഏയ്, നമുക്ക് ആ മാമ്പഴം പറിച്ചു കഴിച്ചാലോ? വിശക്കുന്നു, ഡക്ക് പറഞ്ഞു. ഉടനെ ബോബു മാവിൽ ചാടിക്കയറി. എന്നിട്ട് മാമ്പഴം പറിച്ച് താഴേക്കിട്ടു. ഞാനുള്ളത് കൊണ്ടല്ലേ ഈ മാമ്പഴം കിട്ടിയത്, ഹി 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 ഹി. ബോബു മാമ്പഴം എടുത്ത് ഗമയോടെ ഡക്കുവിനെ നോക്കി. ബോബു മാമ്പഴം രണ്ട് കഷ്ണമാക്കാൻ നോക്കിയതും അത് കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഉരുണ്ടുരുണ്ട് പോയ മാമ്പഴം നേരെ അടുത്തുള്ള കുളത്തിൽ ചെന്ന് വീണു. ബ്ലും! ആകെ ഒരു മാമ്പഴമാണ് മാവിലുണ്ടായിരുന്നത്. അതാകട്ടെ നേരെ കുളത്തിലും വീണു. പാവം ബോബു വിഷമിച്ചിരുന്നു. ഡക്കു ഉടനെ കുളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ടോ നീന്തിച്ചെന്ന് മാമ്പഴം എടുത്തു. ഡക്കു മാമ്പഴം മുറിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് അത് കഴിച്ചു. ഇതെല്ലാം കണ്ട് ബോബു നാണിച്ചു പോയി. ഏയ്, കുളത്തിൽ വീണ മാമ്പഴം എടുക്കാൻ പറ്റിയത് നീയുള്ളത് കൊണ്ടാണ് കേട്ടോ, ബോബു പറഞ്ഞു. ഓരോരുത്തർക്കും അവരുടെ കഴിവുകളുണ്ട്. ബോബുവിന് മനസ്സിലായി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.